എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എടാ മക്കളെ, നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ ബയോളജി ഇംപ്രൂവ് ചെയ്യുന്ന +1 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത്. നമുക്കറിയാം ബയോളജിയിൽ നിങ്ങൾക്ക് ഒരു 19 ചാപ്റ്റർ ഉണ്ട്. സോ ഈ 19 ചാപ്റ്ററിൽ നിന്നിട്ടാണ് നിങ്ങൾക്ക് 60 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അല്ലേ? സോ അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് പഠിച്ചിട്ട് വേണം നമ്മൾ ബയോളജി എക്സാമിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. ബോട്ടണി, സുവോളജി എന്നീ 2 സ്ട്രീമായിട്ട് ബയോളജി തിരിച്ചിട്ടുണ്ട്. സോ ബോട്ടണിയിൽ ഒരു 30 മാർക്ക്, സുവോളജിയിൽ ഒരു 30 മാർക്ക്, ഇങ്ങനെയാണ് നമ്മുടെ 60 മാർക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ഓൾറെഡി ബയോളജി ഇംപ്രൂവ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഓൾറെഡി നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്ത മക്കളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. സോ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബയോളജിയിൽ, ബോട്ടണിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്റർ ഉണ്ട്, ഫോട്ടോസിന്തറ്റിക് ഇൻ ഹയർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. സോ ആ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതായത് വീഡിയോയിൽ പറയുന്ന എല്ലാ പോർഷൻസുകളും നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം മക്കളെ. നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങൾക്ക് ബോട്ടണിയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയും. ഇങ്ങനെ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളും ഡയഗ്രംസുകളും ഒക്കെ നമ്മൾ പറയുന്നതാണ്. ഇത് ബയോളജി മാത്രമല്ല, ഫിസിക്സും കെമിസ്ട്രിയും എല്ലാ സബ്ജക്റ്റും നമ്മൾ അതോടൊപ്പം തന്നെ എല്ലാ സബ്ജക്റ്റും നമ്മൾ പറഞ്ഞു പോകുന്നതാണ് ഓരോരോ വീഡിയോയിലായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുവാനും മറക്കരുത്. എടാ മക്കളെ, ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സിൽ 6 മാർക്കിന് ചോദ്യം വരുന്നതാണ് അല്ലേ? അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഡയഗ്രാംസ് ചോദിക്കും. പിന്നെ ചില പ്രധാനപ്പെട്ട ചില പോർഷൻസ്, ചില ഭാഗങ്ങളുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ കൃത്യമായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഒരു ഫിഗർ ആണ്. അതായത് ക്ലോറോപ്ലാസ്റ്റിന്റെ ഒരു സ്ട്രക്ചർ ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, നിങ്ങളൊരു പടം തന്നിട്ടുണ്ട് ക്ലോറോപ്ലാസ്റ്റിന്റെ, ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. നമ്മൾ ഇവിടെ ഈ പടം കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പടം കൃത്യമായിട്ട് പഠിക്കണം. അതായത് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ഗ്രീൻ ഒരു പ്ലാന്റിന്റെ ഗ്രീൻ പാർട്ടിലാണ് അല്ലേ? അപ്പോൾ ഈ ഗ്രീൻ പാർട്ടിലെ സെല്ലുകളാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. സോ ക്ലോറോപ്ലാസ്റ്റിലാണ് എന്ത് നടക്കുന്നത്? ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ കണ്ടില്ലേ? ഈ ഒരു സ്ട്രക്ചർ, ഈ ഒരു പടം കണ്ടില്ലേ? ഈ പടം മാർക്ക് ചെയ്യാൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അതിൽ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്ന ഭാഗങ്ങളുണ്ട്, ലൈറ്റ് റിയാക്ഷൻ നടക്കുന്ന ഭാഗങ്ങളുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് അടയാളപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് പിഗ്മെന്റുകളെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്ന കുറെ പിഗ്മെന്റ്സുകളുണ്ട് അല്ലേ? പക്ഷെ ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഞാൻ നിങ്ങളോട് പഠിക്കാൻ പറയുന്നത് ആക്സസറി പിഗ്മെന്റ്സുകളെ പറ്റിയിട്ട് പഠിക്കുക. ഏതൊക്കെയാണ് ആക്സസറി പിഗ്മെന്റ്സ്? അത് കൂടാണ്ട് ആക്സസറി പിഗ്മെന്റ്സുകളുടെ ഫംഗ്ഷൻ എന്താണ് എന്ന് കൂടി നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ ഫോട്ടോസിന്തസിസ് 2 ഫേസുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേതാണ് ലൈറ്റ് റിയാക്ഷൻ, രണ്ടാമത്തേതാണ് ഡാർക്ക് റിയാക്ഷൻ. അതിൽ ലൈറ്റ് റിയാക്ഷനിലെ പ്രധാനപ്പെട്ട പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് ലൈറ്റ് അബ്സോർപ്ഷൻ, വാട്ടർ സ്പ്ലിറ്റിംഗ്, ഓക്സിജൻ റിലീസ് ആൻഡ് ഫോട്ടോഫോസ്ഫോറൈലേഷൻ, ഇതൊക്കെയാണ് നമ്മുടെ ലൈറ്റ് റിയാക്ഷനിലെ പ്രധാനപ്പെട്ട സ്റ്റേജുകൾ അല്ലെങ്കിൽ സ്റ്റെപ്പുകൾ. അപ്പോൾ ഇത് നിങ്ങൾ ഒഴിവാക്കാതെ പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട് നമ്മൾ താഴോട്ട് വരികയാണെങ്കിൽ, എന്താണ് ഫോട്ടോഫോസ്ഫോറൈലേഷൻ എന്ന് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഫോട്ടോഫോസ്ഫോറൈലേഷൻ എന്താണ് ഫോട്ടോഫോസ്ഫോറൈലേഷൻ എന്ന് പറയുന്നത്? ADPയിൽ നിന്നും ഇനോർഗാനിക് ഫോസ്ഫേറ്റുകളിൽ നിന്നും ATP ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോഫോസ്ഫോറൈലേഷൻ എന്ന് പറയുന്നത്. ഇത് നടക്കുന്നത് ലൈറ്റിന്റെ പ്രസൻസിലാണ്. സോ ലൈറ്റിന്റെ പ്രസൻസിലായതുകൊണ്ടാണ് നമ്മൾ അതിനെ ഫോട്ടോ എന്ന് പറയുന്നത്. ഫോസ്ഫോറൈലേഷൻ എന്ന് പറയുന്നത് ATPയുടെ സിന്തസിസ് ആണ്. അപ്പൊ ലൈറ്റിന്റെ പ്രസൻസിൽ നടക്കുന്നതുകൊണ്ട് നമ്മൾ അതിനെ എന്തെന്ന് പറയും? ഫോട്ടോഫോസ്ഫോറൈലേഷൻ എന്ന് പറയും. അപ്പൊ ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ട അടുത്ത ചോദ്യം. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു പോർഷനാണ് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട്, സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. അപ്പൊ അത് പഠിക്കണം. അതിനൊരു ഡയഗ്രം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അല്ലെ? നമ്മൾ ഈ ഡയഗ്രം ഇപ്പോൾ ഇവിടെ കാണിക്കാം. അപ്പൊ ഈ ഡയഗ്രം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. ഇനി ഓരോന്നും സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ എവിടെയാണ് നടക്കുന്നത്, നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ എവിടെയാണ് നടക്കുന്നത്, ഇത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം കൂടി ഞാൻ പറഞ്ഞു തരാം. എടാ മക്കളെ, സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനും നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനും തമ്മിലുള്ള വ്യത്യാസം എന്ത്, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതുക എന്ന് പറഞ്ഞൊരു 3 മാർക്കിനൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സോ 2 കോളം വരച്ച് സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക്കിനെ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ടുള്ള വ്യത്യാസങ്ങൾ, അതായത് അതിന്റെ പ്രൊഡക്റ്റിൽ വരുന്ന വ്യത്യാസം, അത് നടക്കുന്ന സ്ഥലത്തിലുള്ള വ്യത്യാസം, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അവിടെ വരുന്ന വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. സോ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇതിന്റെ ഉത്തരങ്ങളൊക്കെ തന്നെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ നോട്ട്സും ക്വസ്റ്റ്യനും നോട്ട്സും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതെല്ലാം നിങ്ങളുടെ കയ്യിലേക്ക് നമ്മൾ എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ട് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ ആൻഡ് നോൺ സൈക്ലിക്
ഫോട്ടോഫോസ്ഫോറൈലേഷൻ. നിങ്ങൾക്ക് അതിന്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു കാര്യമെങ്കിലും പഠിക്കണം. അതായത് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ്റെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ്റെ കൃത്യമായിട്ട് സ്റ്റെപ്പുകൾ വരുന്ന ഒരു പ്രൊസീജിയർ ആണത്. സോ നിങ്ങൾക്ക് അത് പഠിക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികൾ അത് പഠിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അതിന്റെ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലേ, ആ ഡയഗ്രാം നിങ്ങൾ വരയ്ക്കാൻ പഠിക്കുക. അതുപോലെ തന്നെ മേജർ ആയിട്ടുള്ള ഡിഫറൻസ് ഒരു 3-4 ഡിഫറൻസ് കൂടി നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ് മക്കളെ. ഇനി ആറാമത്തെ ചോദ്യം എന്താണ്? ആറാമതായിട്ട് നിങ്ങൾ നോക്കേണ്ടത് കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തിസിസ് ആണ്. അപ്പൊ എന്താണ് കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തിസിസ് എന്ന് ഒരു 2 മാർക്കിന് നിങ്ങൾക്ക് ചോദിക്കാം. കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോൺ ഗ്രേഡിയന്റിന്റെ അടിസ്ഥാനത്തിൽ ATP സിന്തസൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെ പറ്റിയിട്ട് ഒരു ഷോർട്ട് ആയിട്ട് 2 മാർക്കിന് എഴുതത്തക്ക രീതിയിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. അതിനകത്തൊരു ഫിഗർ നിങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ ATPSന്റെ ഒരു പടമുണ്ട്, ATP സിന്തേസ് എൻസൈമിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിനകത്ത് F0 F1 പാർട്ടുകൾ അടയാളപ്പെടുത്തുവാനും ആ F0 F1 പാർട്ടിന്റെ ഫംഗ്ഷൻ എന്താണ് എന്നത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക കൂടി ചെയ്യണം. അതൊക്കെ ഒരു 2 മാർക്കിന് ആ ഒരു പടം തന്നിട്ട് അത് എന്താണ് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന കാര്യമാണ്. ഇനി നമ്മൾ ഡാർക്ക് റിയാക്ഷനിലേക്ക് കടക്കുകയാണ്. ഡാർക്ക് റിയാക്ഷനിൽ നമ്മൾ 2 സൈക്കിളുകൾ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടതായിട്ടുണ്ട്, C3 സൈക്കിൾ ആൻഡ് C4 സൈക്കിൾ. ഓക്കെ, അപ്പൊ C3 സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? കാൽവിൻ സൈക്കിൾ ആണ് അല്ലേ. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട എന്താണെന്ന് നോക്കാം. നിങ്ങൾ ആദ്യം തന്നെ കാൽവിൻ സൈക്കിളിൽ ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു ഡയഗ്രാം ഉണ്ട് അല്ലേ. ഈ ഡയഗ്രാം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. ഈ ഡയഗ്രത്തിനകത്ത് തന്നെ നിങ്ങൾ അടയാളപ്പെടുത്താൻ മാർക്ക് ചെയ്ത് ചോദിക്കും പരീക്ഷയ്ക്ക് ഉറപ്പായും ഡയഗ്രത്തിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് ചോദിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ C3 സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ ഈ സൈക്കിളിനെ പല പല സ്റ്റേജുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ. ആ 3 ഫേസുകൾ, ആ 3 സ്റ്റേജുകൾ എന്തൊക്കെയാണ്, അവിടെ ഉപയോഗിക്കുന്ന എൻസൈമുകൾ എന്തൊക്കെയാണ്, പ്രത്യേകിച്ച് റുബിസ്കോ പോലുള്ള എൻസൈം, മോസ്റ്റ് അബണ്ടന്റ് ആയിട്ടുള്ള എൻസൈം ആണല്ലേ റുബിസ്കോ എന്ന് പറയുന്നത്. അതൊക്കെ പലതവണ പരീക്ഷയ്ക്ക് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. സോ ആ സ്റ്റെപ്പുകൾ ഓരോന്നും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അവിടെ ഉപയോഗിക്കുന്ന എൻസൈമുകൾ എന്താണെന്ന് നോക്കുക. അതോടൊപ്പം തന്നെ C3 പ്ലാന്റ്സുകൾ എന്താണ്, C3 പ്ലാന്റ്സുകൾക്ക് എക്സാമ്പിൾ എന്താണ് എന്നതുകൂടി നമ്മൾ ആ ഒരു കാൽവിൻ സൈക്കിളുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ C4 സൈക്കിളിലേക്ക് വരികയാണെങ്കിൽ C4 സൈക്കിളിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അതോടൊപ്പം തന്നെ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് C4 പ്ലാന്റ്സുകൾ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അനാട്ടമി ഉണ്ട്, ലീഫ് അനാട്ടമി ഉണ്ട്. ആ ലീഫ് അനാട്ടമിയാണ് ക്രാൻസ് അനാട്ടമി. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടോപ്പിക്കാണത്. ക്രാൻസ് അനാട്ടമി എന്താണ്, അതിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ ആ പോർഷനിൽ നിന്നും ചോദിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് C3 പ്ലാന്റ്സും C4 പ്ലാന്റ്സിനെയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളത് പഠിക്കാതെ പോകരുത്, ക്രാൻസ് അനാട്ടമി പഠിക്കാതെ പോകരുത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഡയഗ്രാം C4 സൈക്കിളിന്റെ ഈ ഒരു ഫിഗർ കൂടി നിങ്ങൾ പഠിക്കണം. ഇവിടെയും നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ നമ്മൾ ക്ലോറോപ്ലാസ്റ്റിന്റെ കാര്യം പറഞ്ഞു, അതോടൊപ്പം തന്നെ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷന്റെ കാര്യം പറഞ്ഞു, C3 സൈക്കിളിന്റെ കാര്യം പറഞ്ഞു, C4 സൈക്കിളിൽ നമ്മൾ ഇതേപോലെ ആ ഒരു ഫിഗർ, ആ ഒരു ഡയഗ്രാം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അടുത്ത ടോപ്പിക്കാണ് ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ആ ഫോട്ടോ റെസ്പിറേഷനിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ആ പരീക്ഷയിൽ പല കുട്ടികൾക്കും എഴുതാൻ കഴിയാതിരുന്നൊരു സംഭവമാണ്. അതായത് C3 പ്ലാന്റ്സുകളിൽ നടക്കുന്ന ഒരു വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് എന്താണെന്നായിരുന്നു ഈ ചോദ്യം. അതിന്റെ ഉത്തരം ഫോട്ടോ റെസ്പിറേഷൻ ആണ്. അത് കൃത്യമായിട്ട് തിയറി മാത്രം പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഒരു പരിധി വരെ ഇത് അറിയാത്ത ഒരു സംഭവമാണ്. കാരണം കാണാപ്പാഠം കുറെ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇത് ചെയ്യാൻ വേണ്ടി കഴിയില്ല. കൃത്യമായിട്ട് എന്താണ് C3 സൈക്കിൾ, എന്താണ് C3 പ്ലാന്റ്സ്, അതിൽ ഫോട്ടോ റെസ്പിറേഷൻ എന്താണ്, എങ്ങനെയാണ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ അത് എഴുതുവാൻ വേണ്ടി കഴിയുകയുള്ളൂ. സോ ഇതിന്റെയൊക്കെ നോട്ട്സ് ഒക്കെ കൃത്യമായിട്ട് നമ്മുടെ കയ്യിലുണ്ട്, അത് നിങ്ങളിലേക്കൊക്കെ എത്തിച്ചു തരുന്നതാണ്. സോ ഫോട്ടോ റെസ്പിറേഷൻ അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു പോർഷൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവസാനമായിട്ട് വരുമ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ്. ഇതിൽ ഓരോ ഫാക്ടേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലേ. അത് ടെമ്പറേച്ചർ ഉണ്ട്, ലൈറ്റ് ഉണ്ട്, അങ്ങനെ പല പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിലൊരു സർഫസ് ലെവലിൽ മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഇതൊരു 3 മാർക്ക് എസ്സേ ആയിട്ട് വരെ ചോദിക്കാവുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ പഠിക്കുന്ന മറ്റൊരു കാര്യമാണ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. അത് ഒരു 2 മാർക്കിനൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ആ ഒരു ലോ ആരാണ് പ്രപ്പോസ് ചെയ്തതെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, C3 സൈക്കിൾ, C4 സൈക്കിൾ, അതിന്റെ ഒരു ഡയഗ്രാം ഉണ്ട്. നിങ്ങൾക്ക് തിയറി പോലെ പഠിക്കാൻ പറ്റുന്ന ജസ്റ്റ് ആ ഡയഗ്രാം ഒന്ന് പഠിച്ചു വെക്കുക. അതോടൊപ്പം തന്നെ അതിൽ ഓരോ ഫേസ്, പ്രത്യേകിച്ച് C3യുടെ ഒക്കെ സ്റ്റേജുകൾ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്, പലതവണ ചോദിച്ചിട്ടുണ്ട്. എൻസൈം ചോദിച്ചിട്ടുണ്ട്. ആൻഡ് C3 C4 പ്ലാന്റുകൾ തമ്മിലുള്ള വ്യത്യാസം
ചോദിച്ചിട്ടുണ്ട്. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനും നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. അതിന്റെ ഡയഗ്രാം കൃത്യമായിട്ട് നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. അതിനകത്ത് ക്രാൻസ് അനാട്ടമി എന്ന് പറയുന്നത്, അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എടാ മക്കളെ, ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ മാത്രമാണ്. ഫോട്ടോസിന്തസിസ് എന്ന ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പല പല കാര്യങ്ങൾ നമുക്ക് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ്. പക്ഷെ ഇതിൽ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളത്. സോ ഈ പോർഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഒരു ദിവസത്തിൽ ഒരു 1-2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാവുന്നതേ ഉള്ളൂ. സോ അത് കംപ്ലീറ്റ് ആക്കുക. അതിന്റെ നോട്ട്സുകൾ കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരുന്നതാണ്. സോ ഇത് വേണ്ട വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾ കൃത്യമായിട്ട് അത് ചെക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ തന്നെ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളുണ്ട്, മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മുടെ ബ്രോ എക്സ്പ്ലെയിൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഡൗട്ട്സുകളായിട്ട് ചോദിക്കാവുന്നതാണ്. ഇനി ഞാനൊരു സജഷൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞു നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ആയിട്ട് ചോദിക്കുക. ഇപ്പോൾ ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സ് നിങ്ങൾക്ക് കാണുമല്ലോ. സോ നിങ്ങൾ ആ ഒരു 3-4 ഫ്രണ്ട്സ് നന്നായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളൊന്ന് ചേർന്നിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചോദ്യങ്ങൾ ചോദിക്കുക, പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുക, ഗ്രൂപ്പായിട്ട് നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ 3-4 പേര് ഒരുമിച്ചുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം അങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പഠിച്ചെടുക്കാൻ വേണ്ടി കഴിയും. പ്രത്യേകിച്ച് ബയോളജി കുറേ പഠിക്കേണ്ടതാണ്. സോ 6 മാർക്ക് വരെ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉപേക്ഷ വിചാരിക്കാതെ മുഴുവൻ ഈ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പോർഷൻസ് തന്നെ കൃത്യമായിട്ട് പഠിക്കുക. ഫുൾ മാർക്കിലേക്ക് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പോലും ചാപ്റ്റർ വൃത്തിയായിട്ട് പഠിക്കുക, വൃത്തിയായിട്ട് വായിക്കുക. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങൾ തന്നെ ചോദിക്കൂ. ടഫായിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരുന്ന ഒരു സിസ്റ്റം എന്തിലില്ല? ബോട്ടണി ആൻഡ് സുവോളജിയിൽ, ബയോളജിയിൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 70 മാർക്കിന് എബോവ് നിങ്ങൾക്ക് മേടിക്കാം. പക്ഷെ കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എക്സാം മേ ബി ടഫ് ആവാം അല്ലേ? അപ്പോൾ എല്ലാ മക്കളും ഇതൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം അയച്ചു കൊടുക്കുക. അവരിലേക്കൊക്കെ ഇത് എത്തട്ടെ, അവരൊക്കെ ഇതനുസരിച്ച് പഠിക്കട്ടെ, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. സോ നമ്മൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.